നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമോ? ഞാൻ പോയി സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. നമുക്കേവർക്കും പ്രിയങ്കരിയായ ഡോണയുടെ നിത്യതയിലേക്കുള്ള യാത്ര അപ്രതീക്ഷിതമായിരുന്നു. കുടുംബാംഗങ്ങളെയും നമ്മെ ഓരോരുത്തരെയും ആശ്വസിപ്പിക്കുവാനുള്ള വാക്കുകൾ നമുക്കില്ലാത്ത നിമിഷങ്ങൾ ജീവിതത്തിലുണ്ട്. അത്തരം നിമിഷങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പ്രിയപ്പെട്ട മാതാപിതാക്കളെയും സഹോദരങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഒന്നും വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കാൻ കഴിയുകയില്ല. പകരം ദൈവം മാലാഖമാരെ അയച്ച് നമ്മെ എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളുടെ ദുഃഖം മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും സങ്കടമാണ് ഈ നിമിഷങ്ങളിലുള്ളത്. സങ്കീർത്തകൻ്റെ വാക്കുകൾ നമുക്ക് ഓർക്കാം. നമ്മുടെ എല്ലാം ജീവിതം വയലിലെ പുഷ്പം പോലെയാണ്. അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞ് കൊഴിഞ്ഞില്ലാതെയാകും. പുരമേൽ മുളച്ച് പൊങ്ങുന്ന പുല്ല് ഒരു നിമിഷം കൊണ്ട് അത് വാടിപ്പോകും. പ്രഭാതത്തിലെ പുല്ലിന്മേലുള്ള മഞ്ഞുതുള്ളി പോലെ അത് അപ്രത്യക്ഷമാകും, നിഴൽ പോലെ മാഞ്ഞു പോകും. ജീവിതം ദൈവം തിരികെ വിളിക്കുന്ന നിമിഷങ്ങളെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്ന സങ്കീർത്തകൻ്റെ വാക്കുകൾ ഈ അവസരത്തിൽ നാം ഓർക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഡോണയുടെ നിത്യതയിലേക്കുള്ള യാത്ര. വാർത്തയറിഞ്ഞ നിമിഷം നമുക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. പ്രിയപ്പെട്ട ഡോണയെ പരിചയമുള്ള ആർക്കും തന്നെ എല്ലാവർക്കും നല്ല വാക്കുകൾ മാത്രമേ പ്രിയപ്പെട്ട സഹോദരിയെക്കുറിച്ച് പറയാനുള്ളൂ. എല്ലാവരോടും സൗമ്യമായിട്ട് ഇടപെടുന്നു, സ്നേഹത്തോടുകൂടി കുടുംബത്തെ സ്നേഹിച്ചു, വിശ്വാസത്തിൽ ആഴത്തിൽ നിന്നു. യുവജന പ്രസ്ഥാനത്തിലും മറ്റ് മിഷൻ ലീഗിലും എല്ലാം സജീവമായി പ്രവർത്തിച്ച് സഭയെയും ഈശോയെയും ആഴത്തിൽ സ്നേഹിച്ച പ്രിയങ്കരിയായ ഈശോയുടെ കൂട്ടുകാരി നിത്യതയിലേക്ക് വിളിക്കപ്പെട്ടു. കുടുംബത്തിൻ്റെ പ്രതീക്ഷയായിട്ട് നിന്ന ഡോണ എന്തുകൊണ്ട് ദൈവം നേരത്തെ വിളിച്ചു എന്നുള്ളൊരു ചോദ്യം നമ്മുടെ എല്ലാം മനസ്സിൽ. അതിനെ നമുക്ക് വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് ശക്തിപ്പെടുത്തിക്കൊണ്ട് നമ്മെ തന്നെ കൂടുതൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ആഴപ്പെടാൻ നമ്മെ നിർബന്ധിക്കുന്ന നിമിഷങ്ങളാണ്. നമുക്ക് കുടുംബാംഗങ്ങളുടെ ദുഃഖത്തോടൊപ്പം നാം ഓരോരുത്തരും ചേരുമ്പോൾ അത് വിശ്വാസത്തിൽ ശക്തിപ്പെടാൻ കൂടി നമ്മെ വിളിക്കുകയാണ് ഈ നിമിഷങ്ങൾ. തനിക്കുണ്ടായിരുന്ന എല്ലാ സ്വത്തും സമ്പാദ്യങ്ങളുമെല്ലാം നിമിഷം കൊണ്ട് അപ്രത്യക്ഷമാകുന്നു. മക്കളുടെ വേർപാടുമെല്ലാം നഷ്ടപ്പെടുമ്പോൾ ജോബ് സ്വയം നീതിമാനായ ജോബ് സ്വയം വിലയിരുത്തുന്നുണ്ട്. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തെ തള്ളിപ്പറയുവാൻ ഭാര്യ നിർബന്ധിക്കുമ്പോൾ ജോബ് ഭാര്യയോട് കോപിച്ച് തന്നെ പറയുന്നുണ്ട്, ദൈവം നൽകിയ നന്മകളെ നീ ഓർക്കാതെ ഈ വിഷമത്തിൻ്റെ അവസരത്തിൽ നിനക്ക് ദൈവത്തെ തള്ളിപ്പറയാൻ സാധിക്കുമോ? എങ്കിലും ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നീതിയോടുകൂടി ജീവിച്ചു. അവിടുത്തെ മാത്രം ഓർത്ത് ജീവിച്ച തനിക്ക് വലിയ ദുരന്തങ്ങൾ, അപ്രതീക്ഷിതമായ തിരിച്ചടികൾ എന്തായിരിക്കാമെന്നൊരു സംശയം മറ്റുള്ളവരുടെ വാക്കുകളിൽ നിന്ന് കടന്നു വന്നപ്പോൾ ദൈവം ജോബിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഈ അവസരത്തിൽ നമുക്ക് ആശ്വാസം നൽകും. ജോബേ, നീയാണോ ആഴങ്ങൾക്ക് ആഴം നൽകിയത്? നീയാണോ കാട്ടാറുകൾക്ക് സംഗീതം നൽകിയത്? പക്ഷികൾക്ക് കളകൂജം നൽകിയത് നീയാണോ? സൂര്യന് അടിത്തറയിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? ഇതെല്ലാം എൻ്റേതാണെന്ന് നിനക്കറിഞ്ഞുകൂടെ? പിന്നെ നീ എൻ്റെ പദ്ധതിയോട് എന്തിനാണ് സംശയത്തോടെ വീക്ഷിക്കുന്നത് എന്ന് ചോദിക്കുന്ന ചോദ്യം നമുക്ക് ഈ നിമിഷം ഓർക്കാം. ദൈവമാണ് എല്ലാം നിയന്ത്രിക്കുന്നതും നടത്തുന്നതുമെല്ലാം. നമ്മുടെ പ്രിയപ്പെട്ട ഡോണ തിരിച്ചു പോവുകയാണ്. വന്ന ആ സ്ഥലത്തേക്ക്, ദൈവം എവിടെ നിന്ന് അയച്ചോ ആ സ്ഥലത്തേക്ക് തന്നെ പ്രിയപ്പെട്ടവൾ മരിച്ചു പോയിട്ടില്ല, തിരിച്ചു പോവുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് നാം ഉറച്ച് വിശ്വസിക്കുകയാണ്. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. യാദൃശികം എന്നൊന്ന് ദൈവത്തിൻ്റെ നിഘണ്ടുവിൽ ഒരിക്കലും ഇല്ലല്ലോ. 7 മക്കളെ ദൈവത്തിൻ്റെ സ്നേഹത്തിനായിട്ട് രക്തസാക്ഷികളായിട്ട് സമർപ്പിക്കേണ്ടി വരുമ്പോൾ
മക്കബയരുടെ 2-ാം പുസ്തകം 7-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ. മക്കളെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് അമ്മ പറയുന്ന വാക്കുകൾ ഈ അവസരത്തിൽ നമുക്ക് ധ്യാനിക്കാം. എൻ്റെ ഉദരത്തിൽ നിങ്ങൾ എങ്ങനെയാണ് രൂപം കൊണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ജീവനും ശ്വാസവും നൽകിയത് ഞാനല്ല. നിങ്ങൾ അവയവങ്ങളെ വാർത്തെടുത്തതും എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. എല്ലാം ദൈവമാണ്. അവിടുത്തെ സ്നേഹത്തിനു വേണ്ടി സമർപ്പിക്കേണ്ടി വരുന്ന നിമിഷങ്ങളിലും ധൈര്യത്തോടെ ആയിരിക്കുക. വീണ്ടും നിനക്ക് ജീവൻ നൽകാൻ അവിടുത്തേക്ക് സാധിക്കുകയില്ല എന്ന് സംശയമൊന്നുമില്ലല്ലോ. അത് ഉറപ്പായ കാര്യം. അവിടെ നിനക്ക് വീണ്ടും ജീവൻ നൽകും, ശക്തി നൽകും. പ്രിയപ്പെട്ട സഹോദരിയുടെ ഈ മരണത്തിൻ്റെ അവസരത്തിലും നമുക്ക് ധ്യാനിക്കുവാനുള്ളത് മറ്റൊന്നല്ല, ദൈവമാണ് ശ്വാസവും ജീവനും നൽകിയത്. തിരികെ വിളിക്കുന്നതും ദൈവം അവിടത്തേക്ക് വീണ്ടും ജീവൻ നൽകിക്കൊണ്ട് നിത്യതയിലേക്ക് അവിടത്തേക്ക് ചേർക്കാൻ സാധിക്കും. മനുഷ്യ മനസ്സുകൾക്ക് ചിന്തിച്ചാൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളെ ധ്യാനിച്ചുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9, 10, 11 അധ്യായങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യരുടെ ആഗ്രഹമോ പ്രയത്നങ്ങളോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. ഏതെങ്കിലും പാത്രം കുശവനോട് ചോദിക്കുമോ, നീ എന്നെ എന്തുകൊണ്ട് ഇങ്ങനെ മെനഞ്ഞു എന്ന്? ഏതെങ്കിലും പാത്രം കുശവനോട് ചോദിക്കുമോ, നീ എന്നെ എന്തുകൊണ്ട് ഇങ്ങനെ മെനഞ്ഞു? മനുഷ്യ, ദൈവത്തോട് വാഗ്വാദം നടത്താൻ നിനക്ക് എങ്ങനെ സാധിക്കും? ദൈവമേ, നിൻ്റെ വഴികൾ എത്ര അജ്ഞേയങ്ങൾ, ദുർഗ്രഹങ്ങൾ. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി ദൈവം തിരികെ വിളിക്കുമ്പോൾ നമുക്ക് ചിന്തകൾ അതുതന്നെ. ദൈവത്തിൻ്റെ വഴികൾ എത്ര അജ്ഞേയങ്ങൾ, ദുർഗ്രഹങ്ങൾ. നമുക്ക് ചോദ്യം ചെയ്യാൻ സാധിക്കുകയില്ല, നീ എന്തുകൊണ്ട് എന്നെ ഇങ്ങനെ മെനഞ്ഞു എന്ന്. ശുദ്ധ കൊച്ചു ത്രേസ്യ 24-ാമത്തെ വയസ്സിൽ നിത്യതയിലേക്ക് കടന്നു പോവുകയാണ്. കൂടെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെല്ലാം വലിയ സങ്കടത്തോടുകൂടി മരണം അടുത്തെത്തി എന്ന് മനസ്സിലാക്കുമ്പോൾ വിശുദ്ധിയോട് തന്നെ വേദപാരംഗതയോട് ചോദിക്കുന്നുണ്ട്, നീ ദൈവത്തെ ഇത്രയധികം സ്നേഹിച്ചിരുന്നല്ലോ, ഈ ഭൂമിയിൽ വലിയ കാര്യങ്ങൾ ചെയ്യാമെന്ന് നീ പ്രതീക്ഷിച്ചിരുന്നല്ലോ, മരണത്തിലേക്ക് നിത്യതയിലേക്ക് നീ കടന്നു പോകുമ്പോൾ നിൻ്റെ ചിന്തകൾ എന്താണ്? ഞാൻ വളരെ സന്തോഷത്തോടുകൂടി കടന്നു പോവുകയാണ്. ഈ ഭൂമിയിൽ ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ സ്വർഗത്തിൽ എനിക്ക് ചെയ്യാൻ സാധിക്കും. കാരണം ഈ ഭൂമിയിൽ വളരെ കാര്യങ്ങൾ ഞാൻ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ എനിക്കത് ചെയ്യാൻ കഴിയുമെന്നും വിചാരിച്ചു. എന്നാൽ സ്വർഗത്തിലായിരിക്കാം എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക. അതുകൊണ്ടാണ് എന്നെ ഇത്ര നേരത്തെ എൻ്റെ പ്രിയനാഥൻ വിളിച്ചുകൊണ്ട് പോകുക. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഡോണ വളരെ ചെറുപ്പത്തിലെ നിത്യതയിലേക്ക് പോകുമ്പോൾ ഈ വേദപാരംഗതയുടെ വാക്കുകൾ വഴിവിളക്കുകളായിട്ട് നമുക്ക് നിൽക്കണം. സ്വർഗത്തിൽ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ദൈവം നിയോഗം കൊടുക്കുകയാണ്. മാലാഖയുടെ ഒരു അഭാവം അവിടെ ഉള്ളപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിയെ ദൈവം തിരികെ വിളിക്കുകയാണ്. വേദപാരംഗത ഇപ്രകാരം കൂടി പഠിപ്പിക്കുന്നുണ്ട്. ഒരു കൃഷിക്കാരൻ ഫലവൃക്ഷങ്ങൾ നടുമ്പോൾ എത്രയും വേഗം അതിൽ നിന്ന് ഫലം ലഭിക്കണമെന്നല്ലേ ആഗ്രഹിക്കുന്നത്. അത് ഫലം ചൂടിക്കഴിയുമ്പോൾ, സമയമാവുമ്പോൾ അതിനെ കൃഷിക്കാരൻ അറുത്തെടുക്കും. അതിന് ആരാണ് അതിശയിക്കുന്നത്? തൻ്റെ 24-ാമത്തെ വളരെ ചെറുപ്പത്തിലുള്ള യാത്രയിൽ വിശുദ്ധ കൊച്ചു ത്രേസ്യ ഇപ്രകാരം തൻ്റെ മരണത്തെക്കുറിച്ച് പ്രതീക്ഷയോടുകൂടെ ധ്യാനിക്കുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, സമീപിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിയുടെ നിത്യതയിലേക്കുള്ള യൗവനത്തിലെ യാത്രയും നമുക്ക് ഇതിനോട് ചേർത്ത് വെച്ച് വായിക്കാം. പ്രിയപ്പെട്ട സഹോദരിയെ കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ദൈവത്തിന് ആഗ്രഹിക്കുന്നുണ്ട്, ദൈവം ആഗ്രഹിക്കുന്നു. നമുക്ക് ആ പ്രതീക്ഷയോടുകൂടെ നമുക്ക് സമർപ്പിക്കാം. അവിടെയാണ് നമ്മുടെ വിശ്വാസം. വിശുദ്ധ സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞ് തൻ്റെ പ്രതീക്ഷ അതായിരുന്നു, സ്വർഗത്തിൽ ചെന്ന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാമല്ലോ. അവർ വെറുതെ ഇരുന്നില്ലല്ലോ. വിശുദ്ധ കൊച്ചു ത്രേസ്യ സ്വർഗത്തിലിരുന്ന് ഞാൻ പൂക്കൾ വർഷിക്കും എന്നുള്ള തൻ്റെ വാഗ്ദാനം അന്വർത്ഥമാക്കിയതുപോലെ നമുക്ക് പ്രതീക്ഷയോടെ ആയിരിക്കാം. കുടുംബാംഗങ്ങൾക്കും പ്രിയപ്പെട്ടവരും ഈ ഭൂമിയിൽ ജീവിച്ചതിനേക്കാൾ വലിയ കാര്യങ്ങൾ സ്വർഗത്തിൽ ചെയ്യും. കാരണം അവർ വിശുദ്ധയായ ജീവിതം നയിച്ചു, ഈശോയെ സ്നേഹിച്ചു, പരിശുദ്ധ അമ്മയെ സ്നേഹിച്ചു, സഭയെ ആഴത്തിൽ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഏറ്റവും സമർത്ഥയായ വിശുദ്ധയായ ജീവിതം നയിച്ച ഒരു പെൺകുട്ടിയായിരുന്നു. അതുകൊണ്ട് സ്വർഗത്തിൽ ഈശോയ്ക്ക് കൂടുതൽ കാര്യങ്ങൾ പ്രിയപ്പെട്ട ഡോണയെക്കൊണ്ട് ചെയ്യാനുണ്ടാവും.
അതുകൊണ്ടാണ് ദൈവം നേരത്തെ വിളിച്ചത്. നമുക്ക് പ്രതീക്ഷയോടെ ആയിരിക്കാം, വിശ്വാസത്തിൽ ശക്തിപ്പെടുത്താം. നമ്മെ ആശ്വസിപ്പിക്കുവാൻ പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ട്. അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മൾ കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും നമുക്ക് സമർപ്പിക്കാം. പ്രിയപ്പെട്ട മകളെ, അമ്മയെ സ്നേഹിച്ചിരുന്ന പ്രിയപ്പെട്ട ഡോണിയെ, സഹോദരിയെ നിത്യതയിലേക്ക് ചേർക്കണമേ. അവരുടെ കടങ്ങളും പാപങ്ങളും എല്ലാം പുറത്ത് കിരീടം നൽകിക്കൊണ്ട് അവരെ അനുഗ്രഹിക്കണമേ. അമ്മ തന്നെ ഞങ്ങളെ കുടുംബാംഗങ്ങളെയും ഞങ്ങളെല്ലാവരെയും ആശ്വസിപ്പിക്കണമേ എന്ന് നമുക്ക് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം. അമ്മ നമ്മുടെ കൂടെയുണ്ട്. കുരിശിൻ്റെ വഴിയുടെ 13-ാം സ്ഥലത്ത് നാം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, വ്യാകുലയായ മാതാവേ, അങ്ങയുടെ പ്രിയപുത്രൻ മടിയിൽ കിടന്നുകൊണ്ട് മുഖമായ ഭാഷയിൽ അന്ത്യയാത്ര പറഞ്ഞപ്പോൾ അങ്ങ് അനുഭവിച്ച സങ്കടം ആർക്ക് വിവരിക്കാൻ കഴിയും? ഉണ്ണിയായി പിറന്ന ദേവകുമാരനെ കയ്യിലെടുത്തത് മുതൽ ഗാഗുൽത്ത വരെയുള്ള സംഭവങ്ങൾ അങ്ങയുടെ ഓർമ്മയിൽ തെളിഞ്ഞു നിന്നു. അപ്പോൾ അങ്ങ് അനുഭവിച്ച സങ്കടങ്ങളെ ഓർത്ത്, പീഡകളെ ഓർത്ത് ഞങ്ങളുടെ ഈ ദുഃഖത്തിൻ്റെ ഏകാന്ത നിമിഷങ്ങളിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ. പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനയാണ്. 33 വയസ്സ് വരെ മകൻ ജീവിച്ചുള്ളൂ. എങ്കിലും ഛേദനയേറ്റ ശരീരം മടിയിലേറ്റു വാങ്ങി. അത് സഭയുടെ ജന്മത്തിനുള്ള പീഡകളുടെ വഴിയായിരുന്നെന്ന് അമ്മയ്ക്ക് തിരിച്ചറിയുവാനും ആ രഹസ്യങ്ങളിലേക്ക് അമ്മയെ കൈപിടിച്ച് നടത്താനും ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിയുടെ നിത്യതയിലേക്കുള്ള യാത്രയിൽ കർത്താവ് നമ്മെ ധൈര്യപ്പെടുത്തണം. സ്വർഗത്തിൽ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ. അവർ മരിക്കുകയല്ല, അവർ ജനിക്കുകയാണ്. സ്വർഗത്തിൽ ജനിച്ചു. നമുക്ക് വേണ്ടി അവർ സ്വർഗത്തിലിരുന്ന് മാധ്യസ്ഥ്യം വഹിക്കും. നമുക്ക് പരസ്പരം ആശ്വസിപ്പിക്കാം, പ്രാർത്ഥിക്കാം. അവർ ഏതെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈ ലോകത്തിൽ അങ്ങയെ സ്നേഹിച്ചിരുന്നത് പരിഗണിച്ചുകൊണ്ട് കാരുണ്യത്തിൻ്റെ മഹാസാഗരമായ ദൈവമേ ക്ഷമിച്ച് നിത്യതയുടെ കിരീടം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.